ഒരു പുതിയ ആഴ്ച ദൈവം നമുക്ക് ദാനമായി തന്നു. ജീസസ് എവരിഡേ ദിനംതോറും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം നല്ലവനാണ്, ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഈ പുതിയ ആഴ്ചയിൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കുമെന്ന് നാം ദൈവത്തെ വിശ്വസിക്കണം. ദൈവത്തെ നാം പരിമിതപ്പെടുത്തരുത്. സങ്കീർത്തനം 78:41 അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു എന്ന വാക്കിൻ്റെ KJV, NKJV ഒക്കെ വെർഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഒടുവിൽ പറയുന്നു, അൺലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അവർ പരിമിതപ്പെടുത്തി എന്നാണ്. ദൈവത്തെ പരിമിതപ്പെടുത്തി. ദൈവത്തെ വേണമെങ്കിൽ നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ പിതാക്കന്മാരാണ്. അതായത് അവർ പറയണം, ചെങ്കടൽ പിളർന്നു, ജനമെല്ലാതിലൂടെ വന്നു, അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, സത്യം, തോടുകളും കവിഞ്ഞൊഴുകി. എന്നാൽ അപ്പം കൂടി തരാൻ ദൈവത്തിന് കഴിയുമോ? മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇറച്ചി തരാൻ ദൈവത്തിന് കഴിയുമോ? ഇന്നലകളിൽ പലതും നടന്നു, ദൈവം പല കാര്യങ്ങളും ചെയ്തു. അതൊക്കെ ചെയ്തു, എന്നാൽ ഇത് ഇത്തിരി കൂടി കൂടിയ കേസാണ്. ഇത് ചെയ്യാൻ ദൈവത്തിന് കഴിയുമോ? ദൈവം അവരുടെ ഹൃദയത്തെ താഴ്ത്തി, അവരുടെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അവരെ താഴ്ത്തിയതെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നു. അവരുടെ വിശ്വാസം പുറത്തു വരാൻ വേണ്ടിയാണ് അവരെ താഴ്ത്തിയത്. അവരെ താഴ്ത്തി പരീക്ഷിച്ചപ്പോൾ പുറത്തു വന്നത് മുഴുവനും പിറുപിറുപ്പും പരാതിയും അങ്ങനെയുള്ള വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന താഴ്ചകളിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഏതാണ്? പിറുപിറുപ്പിൻ്റെ വാക്കാണോ? അല്ല, ദൈവത്തിന് പുകഴ്ചയാണോ? യോബിൻ്റെ വായിൽ നിന്ന് താഴ്ചകളിൽ വന്ന വാക്കേതാണ്? ഭാര്യ പറഞ്ഞു, ഈ അനർത്ഥം എല്ലാം വന്നില്ലേ, ഇനി ദൈവത്തെ തള്ളിക്കള, ദൈവം ആണിതിൻ്റെ ആള്, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യ്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് അവൾ പോയി കളഞ്ഞു. യോബിന് പോകാൻ ഇടമില്ല. ഭാര്യയ്ക്ക് പോകാൻ അവളുടെ വീടുണ്ട്. യോബ് എവിടെ പോകാനാണ്? അതിന് യോബ് ഇതിനെല്ലാം മറുപടി പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും സ്വീകരിച്ചുകൂടെ? ദൈവത്തിന് അനുകൂലമായി സംസാരിച്ചു. യോബ് ദൈവത്തെ പരിമിതപ്പെടുത്തിയില്ല. അവൻ അവൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ദൈവത്തെ പരിമിതപ്പെടുത്തി സംസാരിച്ചില്ല. ദൈവം എപ്പോഴും നല്ലവനും ദൈവം വലിയവനുമാണെന്ന് എല്ലാ കാലത്തും പറയാൻ, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് പറയാൻ നമ്മുടെ നാവുകൾക്ക് ദൈവം ബലം തരട്ടെ. ഈ പുതിയ ആഴ്ച ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. വലിയ കാര്യങ്ങൾ ചോദിക്കുക. ദൈവത്തോട് വൻ കാര്യങ്ങൾ ചോദിച്ച് ദൈവത്തിൽ നിന്ന് വലിയവ നമുക്ക് പ്രാപിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന സർവശക്തനായ കർത്താവിനെ ചേർന്ന് പാടി ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ദൈവത്തിൻ സ്നേഹം
രസിച്ചിടുമ്പോൾ ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം മരുഭൂമിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം നമ്മൾ തുടരുകയാണ്. 24 വരെ നമ്മൾ വായിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരും എന്നവരെക്കുറിച്ച് ചഞ്ചലിച്ചു. കാരണം തലേദിവസം ജയിലിലടച്ച ഈ അപ്പോസ്തലന്മാരെ രാവിലെ വിസ്തരിക്കാൻ ജയിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ജയിൽ ഭദ്രമായിട്ട് പൂട്ടിയിട്ടുണ്ട്. പട്ടാളക്കാര് 2 പേരെ
കാവൽക്കാര് 2 പേര് ഇടത്തും വലത്തും നിൽപ്പുണ്ട്. അറ്റൻഷനായിട്ട് അവർ നിൽപ്പുണ്ട്. അവർ ഉറങ്ങിയിട്ടുമില്ല. എന്നാൽ ഈ അപ്പോസ്തലന്മാർ എവിടെ പോയെന്ന് ഒരറിവുമില്ല. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയാണ്. അവർ ചഞ്ചലിച്ചു പോയി. മറ്റുള്ളവരെ ചഞ്ചലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മുഖാന്തരം ദേശത്ത് നടക്കാൻ പോകുന്നതെന്ന് നാം നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് വിശ്വാസം പറ. 25-ാമത്തെ വാക്യം. അപ്പോൾ ഒരുത്തൻ വന്ന്, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. നിങ്ങൾ തടവിലാക്കി, ദൈവം അഴിച്ചുവിട്ടു. ഇതാ ദേവാലയത്തിൽ നിൽക്കുന്നു. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിലേ പറഞ്ഞു, നിങ്ങൾ അവനെ ക്രൂശിച്ചു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ പുറത്തു കൊണ്ടുവന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ദാവീദ് ദ്രവത്വം കണ്ടു, എന്നാൽ പരിശുദ്ധൻ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ലെന്ന് ദാവീദ് പ്രവചിച്ച ദാവീദിന്റെ പുത്രനായി വന്ന മശിഹ ഇവൻ തന്നെയെന്ന് പറഞ്ഞ് പ്രസംഗിച്ച പത്രോസിന്റെ ചരിത്രത്തിലും ഇതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ടായി. എന്താണ്? പൂട്ടിയിട്ട ജയിലിനകത്ത് നിന്ന് ഇവർ പുറത്തു വന്നു. ദൈവത്തിന് പരിമിതികൾ ഇല്ല എന്ന വാക്യം നമ്മൾ ചിന്തിച്ചു. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. മനുഷ്യർ ഉണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അതൊരു ബന്ധനമല്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന വാതിലുകൾ ദൈവത്തിന് അതൊരു വാതിലേയല്ല. മനുഷ്യൻ കെട്ടുന്ന കോട്ടകൾ ദൈവത്തെ തടയുന്ന കോട്ടകളല്ല. ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും മുന്നോട്ട് പോകുന്ന ഒരുവന് ഈ ലോകത്തിൽ മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന ഒരു പരിമിതിയും പരിമിതിയല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന റോമാ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ, നാം കർത്താവിൻ്റെ പദ്ധതിയിലാണെങ്കിൽ നമ്മെ പിടിച്ചു കെട്ടാൻ പറ്റിയ ബന്ധനങ്ങളില്ല, നമ്മളെ അടച്ചു പൂട്ടാൻ പറ്റിയ ലോക്കുകളില്ല, അല്ലെങ്കിൽ ജയിലറകളില്ല. എല്ലാറ്റിൽ നിന്നും ഒരു നീതിമാൻ പുറത്തു വരും. ഇന്ന് ജയിലുകളിൽ സുവിശേഷ നിമിത്തം കിടക്കുന്നവരെല്ലാം നമുക്ക് ഇപ്പോഴൊന്ന് ഓർക്കാം. നിങ്ങളുടെ ഓർമ്മയിലുള്ളവരെല്ലാം ഓർത്തുകൊണ്ട് പറ, അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി പുറത്തു വരും. ഇന്ന് ജയിലിൽ വർഷങ്ങളായി കിടക്കുന്ന പലരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. അപ്പോസ്തല പ്രവൃത്തി 12 സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജയിലിൽ കിടക്കുന്നവർക്കായി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം, സ്തോത്രം. അവരെല്ലാം പുറത്തു വരട്ടെ. ഇന്ത്യൻ ജയിലുകളിൽ വിശുദ്ധന്മാർ കിടക്കരുത്. ചൈനീസ് ജയിലുകളിൽ വിശുദ്ധന്മാരിനി കാണരുത്. എല്ലാം പുറത്തു വരട്ടെ. ലോകത്തിലെ ഒരു ജയിലുകളിലും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായവർ അതിലൊതുങ്ങി കിടക്കരുത്. അവരെല്ലാം ഈ പറഞ്ഞതുപോലെ പുറത്തു വരട്ടെ. മാത്രമല്ല, പിശാച് നിങ്ങൾക്കെതിരെ കെട്ടുന്ന കെട്ടുകളെല്ലാം പൊളിഞ്ഞു പോകും. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരും. അതിനെ അഴിക്കാൻ പറ്റിയ സ്പെഷ്യലിസ്റ്റിനെ തപ്പിയൊന്നും നടക്കണ്ട. നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ ഒരു ബന്ധനവും നിങ്ങൾക്ക് ബന്ധനമല്ല. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല. നമുക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയുമില്ല. ഒരു തന്ത്രങ്ങളും നടക്കത്തില്ല. ദാവീദിനെതിരെ ഒരിക്കൽ അഹിത്തോഫേൽ എന്ന് പറയുന്ന ഒരു മന്ത്രി ദാവീദിനെതിരെ തിരിഞ്ഞു. സ്വന്തം ദാവീദിന്റെ മകൻ അബ്ശാലോമിന്റെ കൂടെ കൂടി. ദാവീദിന്റെ കൂടെ ആയിരുന്ന കാലത്ത് അഹിത്തോഫേൽ എന്ത് പ്ലാൻ ചെയ്താലും അത് വിജയമാണ്. അഹിത്തോഫേൽ പരാജയം കണ്ടിട്ടില്ല. കാരണം അഹിത്തോഫേലിന്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെയായിരുന്നു. എന്നാൽ അഭിഷിക്തനെതിരെ തിരിഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകൾ പരാജയപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറിയാൽ എത്ര വലിയ കഴിവുള്ളവനും കഴിവില്ലാത്തവനായി മാറും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും മാറരുത്. അതോടെ നമ്മൾ പരാജയമായി മാറും. അഹിത്തോഫേൽ തോറ്റുപോയി. അവൻ്റെ ആലോചന നടന്നില്ല. ദാവീദിനെതിരെയുള്ള പദ്ധതി പരാജയപ്പെട്ടു. അവൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കി കെട്ടിഞ്ഞാണ് ചത്തു എന്നാണ് പിന്നീട് വായിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ അതവന് വലിയ ഷോക്കായിട്ട് മാറി.
അവൻ പരാജയം കാണാത്തവനാണ്. എന്നാൽ അഭിഷേകത്തിനെതിരെ നിന്നാൽ ഏത് കഴിവുള്ളവനും കഴിവില്ലാത്തവനായി മാറും. പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്നവരെല്ലാം പരാജയപ്പെടും. അത് ഒരു ദൈവ പൈതൽ ഓർത്തുകൊള്ളുക. അപ്പോൾ ഒരുത്തൻ വന്ന് നിങ്ങൾ തടവിലാക്കിയ പുരുഷൻ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകർ ചെവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ജനങ്ങളെല്ലാം ഇവരുടെ സപ്പോർട്ടാണ്, അപ്പോസ്തലന്മാരുടെ കൂടെയാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തിൽ ഇവരെ കൊണ്ടുവന്നു. വിലങ്ങൊക്കെ വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പണിയാവും, ജനങ്ങൾ കല്ലെറിയും. അതുകൊണ്ട് വളരെ ജ്ഞാനത്തോടെ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്നു ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞു ഉപദേശിക്കരുത്, സംസാരിക്കരുത്. നിങ്ങളോ നിങ്ങളുടെ ഉപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചു. ഈ ദിവസങ്ങളിൽ സുവിശേഷമെന്ന ശക്തമായ വചനം കൊണ്ട് ദേശത്തെ നിറയ്ക്കണം. കഴിഞ്ഞിടക്ക് ഒരു രാജ്യത്ത് നിന്ന് 2 മനുഷ്യർ നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്തു. അവർ ഗോത്രങ്ങളെ തേടി വന്നതാണ്. ആ ഗോത്രങ്ങൾ, അതായത് 6000-ഓളം ഗോത്രങ്ങൾ സുവിശേഷം കേൾക്കാത്തവരുണ്ട്. അപ്പോൾ ഭൂമി മുഴുവൻ ഒരു യാത്ര ചെയ്യണം. ഏതെല്ലാം ഗോത്രങ്ങളിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ല അവിടെയെല്ലാം. അങ്ങനെ പലരും പല നാടുകളിൽ നിന്ന് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് പലയിടത്തും പോകുന്നു. അവർ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നില്ല. അവർ ഈ നാടുകളിലെല്ലാം വന്നിട്ട് സുവിശേഷം എത്താത്ത ഗോത്രങ്ങളെ, വ്യക്തികളെ കണ്ടുപിടിച്ച് അവരിലേക്ക് സുവിശേഷം പകർന്നു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? സുവിശേഷം എല്ലാവരും കേട്ട് കഴിയുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുന്നത്. പൗലോസ് അതുകൊണ്ടാണ് വ്യഗ്രതയോടെ ഓടി നടന്നത്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇവർ ഈ ഉപദേശം കൊണ്ട് യെരുശലേമിനെ നിറച്ചു. ജനമെല്ലാം ഇവരോട് കൂടെ ചേർന്നു. ഇവരെ ഉപദ്രവിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഇവരെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നു ജനങ്ങളുടെ ഇടയിൽ നിന്ന്. കാരണം ജനങ്ങൾ സത്യത്തിലേക്ക് തിരിയുന്നു. യെരുശലേമിന്റെ അന്തരീക്ഷം തന്നെ മാറി മറിയുന്നു. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണ്? അടങ്ങിയിരിക്കാതെ സുവിശേഷം അറിയിക്കുന്ന ഒരു ആത്മവ്യാപാരം ഈ ദൈവദാസന്മാരുടെ മേൽ, സഭയുടെ മേൽ അന്നുണ്ടായിരുന്നു. അടങ്ങിയിരിക്കാതെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു ഉള്ളിൽ നിന്ന് ഒരു തിരത്തള്ളൽ പോലെ. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരോടും സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിന്ന് കാണുന്നവരോടൊക്കെയും, വഴിത്തലക്കൽ നിൽക്കുന്നവരോടൊക്കെയും രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിനുള്ള എല്ലാ വിരുന്നും ഒരുങ്ങിയിരിക്കുന്നു, വന്ന് സൗജന്യമായി ഭക്ഷിപ്പിൻ എന്ന് യേശു പറഞ്ഞ ഉപമയുടെ ആ അർത്ഥം മനസ്സിലാക്കിയ ഈ ശിഷ്യന്മാർ വഴിത്തലക്കൽ നിൽക്കുന്ന എല്ലാവരോടും പറയുകയാണ്, സൗജന്യമായി വാ, നിങ്ങൾക്കൊരു വിലയും മുടക്കണ്ട. വസ്ത്രം ഫ്രീ, ഭക്ഷണം ഫ്രീ, പദവികൾ ഫ്രീ, എല്ലാം നിങ്ങൾക്ക് കൃപ ലഭിച്ചതാണ്. നിങ്ങൾക്ക് അർഹതയില്ല, എന്നാൽ വന്നാൽ മാത്രം മതി. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് ജനങ്ങളെ വിളിച്ചു കയറ്റുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് ആരംഭിച്ചത്. കർത്താവാണത് 3.5 വർഷം അവരെ ട്രെയിൻ ചെയ്തത്. എല്ലായിടത്തും യോഹന്നാനെ തടവിലാക്കിയപ്പോൾ മുതൽ യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. രോഗികളെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വീര്യപ്രവർത്തികൾ കൊണ്ടും ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തി. ദൈവരാജ്യത്തിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഈ രാജ്യത്തിനൊരു രാജാവുണ്ടെന്ന് ആണ് എല്ലാവരും ഗ്രഹിക്കുന്നത്. വെറുതെ ഒരു രാജ്യം മാത്രം ഉണ്ടാകുകയില്ല,
ഒരു രാജ്യം സൗഖ്യമുള്ള, സമൃദ്ധിയുള്ള, ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തൊരു മഹാരാജാവുണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് യേശുവിനെ ശിഷ്യന്മാരുടെ നടുവിൽ വെച്ച് പരീശന്മാരൊക്കെ അപമാനിച്ചു പറഞ്ഞു. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്. അവന് ബെൽസബൂബ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഈച്ചകളുടെ രാജാവാണ് ബെൽസബൂൽ. അപ്പോൾ അങ്ങനൊരു ഭൂതമാണ് യേശുവിനെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കും? അതായത് അന്ന് ഒരു പത്രോസോ യോഹന്നാനോ ഒന്നും ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കും. നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ടവർ ഭൂതങ്ങളെ പുറത്താക്കും. അന്ന് നിങ്ങൾ എന്തു പറയും? എന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം ഇവിടെയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രാജ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്, ജനങ്ങളുടെ ബന്ധനമഴിയുന്നത്, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, കർത്താവിൻ്റെ സഭ ഇവിടെയുള്ളത്, കർത്താവിൻ്റെ തിരുമേശ ഇവിടെയുള്ളത്, ജനങ്ങൾക്ക് വിടുതലുകൾ ലഭിക്കുന്നത്. ഇതെല്ലാം ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ടെന്ന് തെളിയിക്കുന്ന ചില ദൈവപ്രവർത്തികൾ നമ്മുടെ കൂടുവരവുകളിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും ശക്തിയോടെ വെളിപ്പെടട്ടെ. ദൈവരാജ്യം ഇവിടെയുണ്ട്. ഒരു രാജാവ് ഇവിടെയുണ്ട്. 2 or 3 പേർ കൂടിയാൽ അതിൻ്റെ നടുവിൽ അവനുണ്ട്. അവൻ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ പാദപീഠം വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണെന്ന് ജനങ്ങളോട് പറയാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ധൈര്യം പ്രാപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹിമയേറിയ പ്രവർത്തികൾ സുവിശേഷത്തിലൂടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറ്റുവാൻ, അങ്ങയുടെ നാമത്തിന് കൂടുതൽ മഹിമയുണ്ടാകുവാൻ, ജനങ്ങൾ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പുറത്തു വരുവാൻ, ദൈവരാജ്യം വളരുവാൻ കർത്താവേ ഓരോ വ്യക്തികളെയും അതിനായി അഭിഷേകം ചെയ്യും. ഇത് കേൾക്കുന്ന പല ദൈവദാസിമാരും ദൈവദാസന്മാരും അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സഭകളെല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപ കൊണ്ട് മൂടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് നിങ്ങളെ കർത്താവ് വലിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. പോസ്റ്ററിൽ കാണുന്ന അതുപോലെ ഞങ്ങൾ US-ലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ഞങ്ങളോട് ബന്ധപ്പെടുക. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.